ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പപ്പടപൂരി ആയിട്ടാണ്. ഈ പപ്പടപൂരി ഇപ്പോൾ ആർക്കും അറിയില്ല, കാരണം ഇപ്പോൾ ഒക്കെ സോഫ്റ്റ് പൊള്ളച്ച് വന്ന ആ ഒരു പൂരിനെ കുറിച്ച് അറിയുള്ളൂ. ഇത് പണ്ട് കാലങ്ങളിൽ നോമ്പ് സൽക്കാരത്തിനൊക്കെ ഉണ്ടായിരുന്നൊരു താരമാണ്. അപ്പം ഞാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കുക. ഞാൻ ഇവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഞാൻ 2 കപ്പ് എടുത്തിട്ട് അരിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കൂട്ടിയിട്ടുള്ളത്, കളറല്ല. അപ്പം ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൈകൊണ്ട് കുഴച്ച് പദം വരുത്തണം. ഇതപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ പപ്പടപൂരിക്കുണ്ടൊരു ഇറച്ചിക്കറി, അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാനാവില്ല. അപ്പം ഞാനിന്ന് ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഉപ്പ്, തക്കാളി, പച്ചമുളക്, പെരിഞ്ചീരപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് അടുപ്പിൽ വെക്കുക. അപ്പം ചിക്കൻ കഴുകി വെച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ച് ഇളക്കിയിട്ടാണ് ഞാൻ അടുപ്പിൽ വെക്കണത്. അപ്പോൾ ഇതാ ഞാൻ ഇന്നും റോക്കറ്റ് അടുപ്പിലാണ് ഉണ്ടാക്കണത്. ഈ റോക്കറ്റ് അടുപ്പ് എനിക്ക് ഈസി ആയിട്ട് തോന്നി കത്തിക്കാനും, അതുപോലെ നമുക്ക് കസാല ഇട്ട് ഇരുന്നങ്ങാണ്ട് പാചകം ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ കറി മൺകുടുക്കയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, വിറക് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഓലക്കൊടി വെച്ചിട്ട് കത്തിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ കത്തിച്ചു, നല്ല സൂപ്പറായിട്ട് കത്തി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ പച്ചത്തേങ്ങ അരച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നോമ്പിനൊക്കെ പുതിയാപ്ല സൽക്കാരത്തിനൊക്കെ ഈ ഒരു എന്താ പറയുക പപ്പടപൂരിയും ഇറച്ചിക്കറിയും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് അരച്ചത്, പച്ചത്തേങ്ങ അരച്ചതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഉള്ളി അരിഞ്ഞിട്ടിട്ട്, ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് തൂമിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി ഭൂരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മാവൊക്കെ ഞാനൊരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ മാവ് കൂട്ടിയപ്പോൾ ഞാൻ കരിഞ്ജീരകം ഇടാൻ മറന്നുപോയി. കരിഞ്ജീരകമാണ് ഈ പപ്പടപൂരിൻ്റെ പിന്നെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് ഇതിലേക്ക് മാവിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തു. ഇത് നമ്മൾ മാവ് കുഴക്കുമ്പോൾ തന്നെ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പത്തിരിക്കല്ലിൽ തന്നെ പരത്തിയെടുക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ഷേപ്പ് വരുള്ളൂ, വലുതായിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇപ്പം പ്രസ്സിൽ അമർത്തിയിട്ട് അങ്ങനെ എണ്ണയ്ക്ക് ഇടുകയാണ്. ചെറിയ പൂരിയാണ് ഉണ്ടാകൽ. ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പൂരിയാണ്. അന്ന് പണ്ട് നോമ്പിനൊക്കെ ഏറ്റവും വലിയ ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ഈ പപ്പടപൂരി തന്നെയായിരുന്നു. അത് പിന്നെ രാവിലെ പരത്തി വെക്കും, എന്നിട്ടൊരു പിന്നെ ന്യൂസ് പേപ്പർ അല്ല ഇത് ആഴ്ചപ്പതിപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ മറിച്ച് വെക്കും. അപ്പോൾ പിന്നെ തമ്മിൽ ഒട്ടൂല. അപ്പം അങ്ങനെയായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. ഞങ്ങളൊക്കെ കുറേ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 10 ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അതാ പിന്നെ കരിഞ്ജീരകമൊക്കെ ഇങ്ങനെ നമുക്ക് ആ പരത്തുമ്പോൾ ആ ഒരു ഇതിൽ പല സ്ഥലത്തും ഇങ്ങനെ ആയിട്ട് കാണാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ റോക്കറ്റ് അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോൾ ഇതൊരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ റോക്കറ്റ് അടുപ്പ്. കുറച്ച് കരി ആയാലും സുഖമാണ് ഉണ്ടാക്കാൻ. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഇട്ട് പൊരിച്ച് പോരാം. നമ്മൾ ഇപ്പം ഉണ്ടാക്കുന്ന പൂരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ടിട്ട് പെട്ടെന്ന് പിന്നെ കോരി എടുക്കുകയാണ് ചെയ്യുക, മുരിയേണ്ട ആവശ്യമില്ല. ഇതങ്ങനെയല്ല, അത് നമുക്ക് കുറച്ച് നേരം എണ്ണയിൽ വറുത്ത് കോരണം. ഇതാ പിന്നെ അധികം പൊള്ളയൊന്നും വരില്ല, എന്നാലും എല്ലായിടത്തും ഇങ്ങനെ പപ്പടം പൊള്ളുന്ന മാതിരി പൊള്ളി വരും. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് കറുമുറാന കഴിക്കാനാണിത് ടേസ്റ്റ്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇട്ട പൂരി പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ച് കോരാം. കണ്ടോ റോക്കറ്റ് അടുപ്പിൻ്റെ ഒരു തീയിൻ്റെ ഒരു ഉഷാറ് നല്ല സൂപ്പറാണ്. അതിൽ ചിരട്ടയും പിന്നെ ഒരു കൊള്ളി വിറകും ബാക്കി ചിരട്ടയും ചകിരിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടാണുണ്ട്, നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയൊക്കെ ഇതാ ഞാനിവിടെ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇതാ നമ്മുടെ പൂരി അതാ നല്ല അടിപൊളി പൂരി ആയിട്ടുണ്ട്. നല്ല പൊട്ടിച്ച് കഴിക്കാൻ പറ്റിയ ഇതുണ്ട്. ഒരു കറി പാർന്നിട്ടൊരു കുഴച്ച് ഇങ്ങനെ തിന്നാം. എന്താ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്നറിയാം. ഇപ്പം ഇതൊന്നും എന്താ പറയുക ആരും സൽക്കാരങ്ങളിലും കാണാനില്ല. ഇപ്പൊക്കെ സമൂസ കട്ലറ്റ് ആ രീതിക്കായി പിന്നെ പോക്ക് നോമ്പ് സൽക്കാരത്തിനൊക്കെ. പണ്ടൊക്കെ ഇങ്ങനെ നോമ്പ് സൽക്കാരത്തിന് ആകെ ഉള്ള 2 പലഹാരം, ഒന്ന് പപ്പട പൂരിയും ഒന്ന് അലീസിയും. ഈ 2 പലഹാരം ഉണ്ടായിരുന്നുള്ളൂ സ്പെഷ്യലായിട്ട്. ഇതാ ഞാൻ ചിക്കൻ കറിയൊക്കെ പറഞ്ഞ് കുഴച്ച് തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ്. ഇതാ നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ ഒരു പൊട്ടിക്കണ ഒച്ച ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ആ പഴയകാല ഓർമ്മ വരുന്നു. ഇപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.